CPM എങ്ങോട്ടാണ് പോകുന്നത്? ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, മീഡിയ വണ്ണിൻ്റെ മാനേജിംഗ് എഡിറ്റർ ശ്രീ ദാവൂദിൻ്റെ കൈ വെട്ടിക്കളയും CPMനോട് കളിച്ചാൽ എന്ന് പറഞ്ഞ് പ്രകടനം നടത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പോലീസിനും ധൈര്യമുണ്ടോ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ? നിങ്ങളറിയണം, മാധ്യമപ്രവർത്തകർ, ഈ മൈക്കുമായി നിൽക്കുന്ന നിങ്ങളറിയണം, ഒരു മാധ്യമപ്രവർത്തകൻ്റെ കൈവെട്ടും എന്ന് പറഞ്ഞ് ഇത് ഡൽഹിയല്ല, കേരളമാണ്. ഇവിടെ സമരം നടത്തിയിരിക്കുകയാണ് CPM. അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് CPM നേതൃത്വം. ഒരു മാധ്യമപ്രവർത്തകൻ്റെ കൈവെട്ടു എന്ന് പറഞ്ഞത്, ആ കൈവെട്ടു എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തവരെ, നേതൃത്വം കൊടുത്തവരെ ജയിലിലടയ്ക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറുണ്ടോ? പിന്നെന്താ നരേന്ദ്രമോദിയുടെ സംഘപരിവാർ സർക്കാരും പിണറായി വിജയൻ്റെ ഈ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് ഡൽഹിയിലായിരുന്നെങ്കിൽ ഇവിടെ പ്രകടനം നടത്തിയേനെ CPM, അല്ലേ? ഇവിടെ പ്രകടനം നടത്തിയേനെ. ഡൽഹിയിൽ സംഘപരിവാറാണ് ഇത് നടത്തിയെങ്കിൽ ഇവിടെ പ്രകടനം നടത്തിയേനെ CPMകാർ. ഇവിടെ സംഘപരിവാറിൻ്റെ അതേ തോണിയിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഇവർക്ക് സമരം ചെയ്യുന്നത് ഇഷ്ടമല്ല, അവർക്കെതിരായി വാർത്തകൾ എഴുതുന്നത് ഇഷ്ടമല്ല. പക്ഷേ അവർക്കെതിരായി ഒരു വാർത്തയും പറയാൻ പാടില്ല. പറഞ്ഞാൽ കൈവെട്ടും, കാലുവെട്ടും, വീട്ടിൽ കൊണ്ടുപോയി റീത്ത് വയ്ക്കും, വെള്ളം വിരിപ്പിച്ച് കിടത്തും, എന്തൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുക. പത്രപ്രവർത്തകരെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, CPMകാരെ, ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല, ഇത് കേരളമാണ്, ജനാധിപത്യ കേരളം. കഴിഞ്ഞ ദിവസം മന്ത്രിമാർ ഭീഷണിപ്പെടുത്തി, മന്ത്രിമാർക്കെതിരായി സമരം ചെയ്താൽ പ്രതിപക്ഷ നേതാക്കന്മാർ റോഡിലിറങ്ങി നടക്കില്ല. ഈ കൈവെട്ടും കാലുവെട്ടും എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെയും പ്രകടനം നടത്ത്. ഞങ്ങൾ പേടിച്ച് വീട്ടിൽ കയറിയിരിക്കുകയാണെന്ന് പറഞ്ഞേ, പുറത്തിറങ്ങാതെ. ഇവരെ പേടിച്ചിട്ട് ഇവരെ ഒരാൾക്കും പേടിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ, ബംഗാളിൽ ഇതുപോലെയായിരുന്നു. അവസാന വർഷം, അവസാനത്തിൻ്റെ ആരംഭമാണ്. കേരളത്തിലെ CPM ഭരണത്തിൻ്റെ അവസാനത്തെ ആരംഭം. ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ EMS, അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ട് അദ്ദേഹം പോവുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അണികളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.